ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോ വന്നിട്ട് വേറെ ഒന്നുമല്ല, ഞാൻ ഒരു വെയിറ്റ് ഗെയിൻ ജേർണിന്റെ വീഡിയോ ഇട്ട സമയത്ത് ഞാൻ അതിനകത്ത് ഒരു ലേഹ്യം കാണിക്കുന്നുണ്ടായിരുന്നു. ഒരു ലേഹ്യത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ലേഹ്യത്തിനെ പറ്റിയിട്ട് പിന്നീട് എനിക്ക് ഒരുപാട് കമന്റ്സ്, അതെന്താണ്, എങ്ങനെയാണ് കഴിക്കുക, ആർക്ക് കഴിക്കാൻ പറ്റും, ഇന്ന ആൾക്കാർക്ക് കഴിക്കാൻ പറ്റുമോ, എനിക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട് അപ്പൊ എനിക്ക് കഴിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് കമന്റ്സും എനിക്ക് മെയിൽ വരെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സാധനത്തിനെ പറ്റി ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു സാധനം, അതെന്താണ് ആ സാധനമാണ് ഈ സാധനം. ഇതെന്താന്ന് മനസ്സിലായല്ലോ, കണ്ടില്ലേ? ഇതാണ് ആ സാധനം, വേറെ ഒന്നല്ല, ശതാവരി ഗുളത്തിന്റെ ലേഹ്യം. ഇതാണ് ശതാവരി ഗുളം. അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഞാൻ ആ ഒരു വീഡിയോയിൽ ചെറിയൊരു പോർഷനെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഒരുപാട് പേര് ചോദിച്ചത് കൊണ്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം. ഓൾറെഡി ഞാൻ എന്റെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു വെയിറ്റ് ഗെയിൻ ജേർണിയിൽ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഇത് തന്നെയാണെന്ന് അല്ലെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക്, ഞാൻ ഫോട്ടോസ് കാണിച്ചു തരാം. ഈ ഒരു കോലമായിരുന്നു ഞാന്, എന്താ പറയാ, ഒരു 5-6 കൊല്ലം ഈ ഒരു കോലത്തിലായിരുന്നു ഞാൻ. ആ ഒരു കോലത്തിൽ നിന്ന് ഈ ഒരു കോലത്തിലേക്ക് എത്തിയത് ഒരു 35, ആ ഒരു ടൈമില് 35 കിലോ ഉണ്ടായിരുന്നതിന് ഞാനൊരു 46-47, ഇപ്പൊ ഞാനുള്ളത് 48 കിലോ ആണ് കേട്ടോ. 48 കിലോയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരുവിധം പങ്കൊക്കെ ഇതിനുള്ളതാണ് കേട്ടോ. ഞാൻ വേറെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തൈറോയിഡ് ഉള്ള കാരണമായിരുന്നു ഞാൻ തടി വെക്കാഞ്ഞത്. തൈറോയിഡ് നോർമൽ ആയപ്പോ ഞാൻ കഴിക്കുന്നതൊക്കെ പിടിച്ചു തുടങ്ങി, എന്റെ ശരീരത്തെ പിടിച്ചു തുടങ്ങി തടി വെച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള സാധനം ഈ ഒരു സാധനമാണ്. ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ വീണ്ടും തടി കുറഞ്ഞു വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഞാൻ ഇത് വീണ്ടും മേടിച്ച് കഴിക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പൊ ഞാൻ 49 കിലോ ഉണ്ട്. പക്ഷെ 49 കിലോ ഉണ്ട് ഇപ്പോ. അപ്പൊ ഈ ഒരു രീതിയിലേക്ക് ആവാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ശതാവരി ഗുളമാണ്. അപ്പൊ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അതായത് ഇത് എന്താണെന്നും ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നും ഇത് ആർക്കൊക്കെ കഴിക്കാൻ പറ്റുമെന്നും ഇത് എന്തിനാണ് കഴിക്കുന്നതെന്നും ഒക്കെ ഉള്ളതിന്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യാൻ പോണത്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. അല്ലാണ്ട് ഇവിടുന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് നേരെ പോയിട്ട് ഇത് മേടിച്ചിട്ട് കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഞാൻ എന്താണ് പറയണേന്ന് വളരെ കൃത്യമായിട്ട് കേട്ടതിന് ശേഷം മാത്രം നിങ്ങളിത് മേടിക്കാനും കഴിക്കാനും നിൽക്കുക കേട്ടോ. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോകാം. വീട്ടിലോട്ട് പോകുന്നതിനെക്കാട്ടി മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇതാണ് സാധനം വന്നിട്ട് ശതാവരി ഗുളത്തിന്റെ ലേഹ്യാണ്. ഇത് ഫസ്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത് കോട്ടയ്ക്കൽ ആയുർവേദശാലേന്റെ ശതാവരി ഗുളാണ്. ഇത് ഇന്ത്യൻ ഫാമിന്റെ ആണ് ശതാവരി ഗുളം. ഇതൊരു എന്താ പറയാ 250 ഗ്രാമിന്റെ ആണ് വരുന്നത്. 165 രൂപയുണ്ട് ഇതിന്റെ റേറ്റ് ട്ടാ. വളരെ നല്ല ടേസ്റ്റ് ആണ്. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാ ലേഹ്യം കഴിക്കണോ അല്ലെങ്കിൽ കഷായം അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒന്നുമല്ല, നമുക്ക് ഓക്കെ ആവും. എനിക്ക് ഓക്കെ ആണ് ഇതിന്റെ ടേസ്റ്റ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഇതേ ഞാൻ മൂടി തുറന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതാ മൂടി തുറക്കുമ്പോ തന്നെ ഇതേപോലെ വരുന്നത് ഇങ്ങനെയാണ് ഇരിക്കണത്. ഓക്കെ. അപ്പോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ ഒരു ചവർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്കിപ്പോ ഇത് കഴിച്ച് ഓക്കെയാണ്. നിങ്ങൾക്കും ആദ്യം കഴിക്കുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവായിരിക്കും. പക്ഷെ കഴിച്ച് വരുമ്പോൾ നമുക്കത് ഓക്കെ ആവട്ടെ, വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ ഫസ്റ്റ് തന്നെ ശതാവരി ഗുളം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ശതാവരി ഗുളം എന്ന് പറയണത് ഗുളം എന്നല്ല, ശതാവരി ഗുളം എന്നും ശതാവരി ഗുഡം എന്നും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതില്. പിന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത്, ഇത് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആ ഒരു ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ശതാവരിന്റെ കിഴങ്ങാണ് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ട് വരുന്നത്. വേറെ ആയുർവേദ മരുന്നുകളും ഉണ്ട്. പിന്നെ നമ്മുടെ ശർക്കര ഉണ്ടല്ലോ, ജാഗിരി, അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു എന്താ പറയാ ശതാവരി ഗുളം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഞാൻ പറയാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ് ഈ ഒരു ശതാവരി ഗുളം നമ്മളെ തടി വെക്കാൻ സഹായിക്കുന്നതെന്നും അല്ലെങ്കിൽ ഈ ഒരു ശതാവരി ഗുളം കഴിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉള്ളതെന്നുമാണ് ഞാൻ പറയാൻ പോണത്. അതായത് എന്തൊക്കെ പ്രശ്നങ്ങൾക്കാണ് ഈ ഒരു ശതാവരി ഗുളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ പറയാൻ പോണത്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, ശതാവരി ഗുളം ഏറ്റവും കൂടുതൽ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കാണ്. അതായത് നമ്മളെ പീരീഡ്സ് ടൈമിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങള്,
ഇറഗുലർ ആയിട്ടുള്ള പീരീഡ്സിന്റെ ടൈമിൽ ഓവറായിട്ടുണ്ടാവുന്ന ബ്ലീഡിങ്ങുകൾ, അല്ലെങ്കിൽ പീരീഡ്സ് ടൈമിൽ നമ്മൾ അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ശതാവരി കുളം ഉപയോഗിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ വെള്ളപ്പോക്ക്, അതായത് വൈറ്റ് ഡിസ്ചാർജ് ഉള്ള സ്ത്രീകൾക്കും ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്ന ഒരു മരുന്നാണ് ഈ പറയുന്ന ശതാവരി കുളം. അത് മാത്രമല്ല, ഗർഭാശയപരമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കും അതുപോലെ തന്നെ മൂത്രാശയപരമായിട്ടുള്ള അസുഖങ്ങളുള്ളവർക്കും ഈ ഒരു ശതാവരി കുളം എന്ന് പറയുന്ന മരുന്ന് വളരെ നല്ലതാണ്. അത് മാത്രമല്ല, ശരീരം നല്ലോണം ക്ഷീണിച്ചിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്താനും അതുപോലെ തന്നെ ശരീര പോഷണത്തിനും ഈ ഒരു ലേഹ്യം അല്ലെങ്കിൽ ഈ ഒരു ശതാവരി കുളം നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മരുന്നാണ്. പിന്നെ എനിക്ക് വന്നിട്ടുള്ള ഒരു കമന്റ് ആയിരുന്നു ഈ കാണുന്നത്, ഫീഡിങ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലേഹ്യം കഴിക്കാവോ എന്നുള്ളത്. അതിന് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രസവശേഷം നമുക്ക് എന്താ പറയുക, മുലപ്പാൽ ഉണ്ടാവാനായിട്ടും അതുപോലെ തന്നെ ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തിയെടുക്കാനായിട്ട്, പ്രസവമൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ശരീരം ഒന്ന് പുഷ്ടിപ്പെടുത്തിയെടുക്കാനായിട്ടും, അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന ആ ഒരു ക്ഷീണം വേദനയൊക്കെ മാറ്റിയെടുക്കാനൊക്കെ ആയിട്ടും നമ്മുടെ പ്രസവരക്ഷാ സമയത്ത് നമ്മൾ മറ്റ് മരുന്നുകൾ കഴിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഈ ഒരു ലേഹ്യം കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. വേറൊരു കാര്യം പറഞ്ഞുതരാം, വേറൊന്നല്ല, ഒരു രണ്ടാഴ്ച മുന്നേ ഞാൻ ഡോക്ടറെ കണ്ട് പ്രിസ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ശതാവരി കുളം മേടിച്ചത്. നമുക്കിത് ഫാർമസി പോയിട്ട് വെറുതെ പറഞ്ഞാലും, നമുക്ക് ഫാർമസി അല്ലല്ലോ, ആയുർവേദ മരുന്ന് കടയില്ലേ, ആയുർവേദ മരുന്ന് കടയിൽ പോയാലും നമുക്ക് ശതാവരി കുളം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എടുത്തു തരും. ഇതാണ് ചെറുത്, ഇതിന് 165 രൂപയാണ്. 250 ഗ്രാമിന്റെ, ഇതിന്റെ മേലുള്ളതൊക്കെ ഉണ്ട് 280, അങ്ങനെ 300ന്റെ ഒക്കെ ഉള്ളതുണ്ട് കേട്ടോ, പല പ്രൈസ് റേഞ്ചിലുള്ളതുണ്ട്. ഞാൻ ഇതാണ് മേടിച്ചത്. പക്ഷെ ഇത് കിട്ടുന്നതിനെക്കാട്ടി മുന്നേ ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്ത് എഴുതി തന്ന ഈ ഒരു പൊടി, ഇത് കണ്ടില്ലേ, ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശതാവരി കുളത്തിന്റെ വേറൊരു രീതിയിലുള്ള പൊടിയാണിത്. ഇത് എനിക്ക് ഡോക്ടർ സ്വന്തമായിട്ട് ഡോക്ടർ എഴുതി തന്നിട്ടുള്ള സംഭവമായിരുന്നു. പക്ഷെ ഇതെങ്ങനെ കഴിക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞത് പാലിൽ കലക്കി കുടിക്കാനായിരുന്നു. പക്ഷേ എനിക്ക് തൈറോയ്ഡ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് എന്താ പറയാ, തൈറോയ്ഡ് എനിക്ക് നോർമൽ ആയതായിരുന്നു. ഇപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ, അതിന്റെ വീഡിയോ ഞാൻ വേറെ ചെയ്യാം. ഓക്കെ, അപ്പൊ എനിക്ക് കൂടുതലല്ല, കുറവാണ്. നോർമലിനെക്കാട്ടി കുറച്ചും കൂടി ആയിട്ട് നിൽക്കുന്നേ ഉള്ളൂ. ഭയങ്കര പ്രോബ്ലം ഉള്ള ഒരു സിറ്റുവേഷൻ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു പൊടിയാണ് തന്നത്. ഈ പൊടി തന്നപ്പോ ഞാൻ ഡോക്ടറെ അടുത്ത് വീട്ടിൽ വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കാരണം തൈറോയ്ഡ് ഉള്ളവർക്ക് പാല് ഭയങ്കര പ്രശ്നമാണ്. പാല് കഴിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ, നിങ്ങൾ എന്റെ വീഡിയോയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും, പാൽ ഒഴിച്ചിട്ടുള്ള ചായയൊക്കെ ഞാൻ വളരെ അപൂർവമാണ് കുടിക്കാൻ. എനിക്ക് താല്പര്യമില്ല, കാരണം ഈ തൈറോയിഡിന് പറ്റത്തില്ല പാല്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു, പൊടി എനിക്ക് പാലിൽ കലക്കി കുടിക്കാൻ പറ്റത്തില്ല. കാരണം ഇതേപോലെ തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളത് കാരണം എനിക്ക് പാല് കഴിക്കാൻ പറ്റത്തില്ല, വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, വെള്ളത്തിൽ കലക്കി കുടിച്ചത് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവണില്ല, അതുകൊണ്ട് പാലിൽ കലക്കി കുടിക്കാൻ പറ്റിയെങ്കിൽ കുടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നടക്കില്ല, പാല് ഡെയിലി കുടിക്കാനുള്ള കാര്യം നടക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഓക്കെ, എന്നാ പിന്നെ ശതാവരി കുളത്തിന്റെ ലേഹ്യം തന്നെ എഴുതരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ലേഹ്യം മേടിച്ചത്. പിന്നെ ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് ഡോക്ടറിന്റെ ആ ഒരു ഫാർമസിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ. ഇത് നമ്മൾ ഡോക്ടറെ കാണിക്കാൻ പോകുമ്പോൾ ഡോക്ടറെ അടുത്ത് തന്നെ കുറെ മരുന്നുകൾ ഉണ്ടാവുമല്ലോ, അവിടുന്ന് തന്നെ തന്നതാട്ടോ ഇത്. അതാണ് ഇത് എന്റെ വീട്ടിലത്തെ കുപ്പിയിൽ തന്നെ ഞങ്ങൾ മേടിച്ചത്. ഇത് നമ്മൾ ഫാർമസിയിൽ നിന്ന് മേടിച്ചതാണ്. അപ്പൊ ഇങ്ങനത്തെ പല രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാവും. ഇനി ശതാവരി കുളം എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ സാധാരണ ഇപ്പൊ കഴിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണത്തിന് മുന്നേ, അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കും. ചൂടുവെള്ളം കുടിച്ചതിന് ശേഷം ഞാൻ അങ്ങനെയാണ് കഴിക്കുന്നത്. ഒരിക്കലും ഭക്ഷണത്തിന് ശേഷം കഴിക്കാതിരിക്കുക കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ 2 നേരം കഴിക്കാം, അതായത് രാവിലെയും രാത്രിയും വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. ഞാൻ 1 സ്പൂൺ വെച്ചിട്ടാണ് കഴിക്കുന്നത്. 1 സ്പൂൺ വെച്ചിട്ട് രാവിലെയും രാത്രിയും നിങ്ങൾക്ക് കഴിക്കാം. അത് ഭക്ഷണത്തിന് മുന്നേ കഴിക്കാൻ നോക്കുക. കാരണം ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ അതിനത്ര റിസൾട്ട് കിട്ടില്ല. അത് മാത്രമല്ല, എന്താ പറയാ, ദഹിക്കാനായിട്ട് സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണത്തിന് ഒരു 30 മിനിറ്റ് മുന്നെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് രാവിലെ മാത്രമേ കഴിക്കുന്നുള്ളൂ, രാത്രി ഞാൻ കഴിക്കാറില്ല കേട്ടോ. 1 നേരമെങ്കിൽ 1 നേരം നിങ്ങൾക്ക് കഴിച്ചാൽ മതി, 2 നേരമെങ്കിൽ 2 നേരം നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഈ ഒരു ലേഹ്യം കഴിച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് തടി വെക്കണം എന്നില്ല. നല്ല ഫുഡ് കഴിക്കുക, അതായത് നല്ല പോഷകാഹാരങ്ങൾ കഴിക്കാനായിട്ട്, നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാനായിട്ട് നോക്കുക. കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുക, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. കറക്റ്റ് ടൈമിന്, രാവിലെ ഇന്ന ടൈം, ഉച്ചയ്ക്ക് ഇന്ന ടൈം, വൈകുന്നേരം ഇന്ന ടൈം, രാത്രി ഇന്ന ടൈം, അങ്ങനെ കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ ഇത് കഴിച്ചത് കൊണ്ടും നിങ്ങൾക്ക് ഗുണം ഉണ്ടാവാൻ പോകുന്നുള്ളൂ.
എനിക്ക് നിങ്ങളോട് അവസാനമായിട്ട് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം ഇത് മേടിച്ചിട്ട് പോയി കഴിക്കാതിരിക്കുക. നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഡോക്ടറോട് പറഞ്ഞതിന് ശേഷം നിങ്ങൾ ശതാവരി ഗുളം എടുക്കാനും കഴിക്കാനുമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലാതെ എൻ്റെ വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ പോയി മേടിച്ച് കഴിക്കാൻ നിൽക്കരുത്. അത് ഞാൻ ഇപ്പോഴേ ഞാൻ പറയുന്നു കേട്ടോ. എനിക്ക് വർക്കായെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്കാവണം എന്നില്ല ഗൈസ്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ട്, നിങ്ങളുടെ ശരീരമാണ് എന്താ പറയാ, അപ്പൊ നിങ്ങൾ തന്നെ സൂക്ഷിക്കണം. അപ്പൊ നിങ്ങൾ അത് പോയിട്ട് ഡോക്ടറെ അടുത്ത് പോയി സംസാരിച്ചതിന് ശേഷം പ്രിസ്ക്രൈബ് ചെയ്ത് മേടിക്കാം. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ഡോക്ടേഴ്സും നമുക്ക് സ്ത്രീകൾക്ക് ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സംഭവം നമുക്ക് ഏത്തരും. കാരണം എനിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് ഡിസ്ചാർജ് ആയിരുന്നു. വൈറ്റ് ഡിസ്ചാർജ് കൊണ്ട് ഞാൻ തടി വെക്കാതിരുന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്കുള്ള പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ പോയിട്ട് കണ്ടിട്ട് ഞാൻ ശതാവരി ഗുളം എടുത്തത്. ഇപ്പൊ നമുക്ക് ഇത് കഴിക്കുകയാണെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സംഭവം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. നമ്മളിത് കഴിക്കുകയാണെങ്കിൽ ഒരു മാസത്തിൽ എനിക്കൊരു 5 കിലോ കൂടിയിട്ടുണ്ട്. 5 കിലോ എനിക്ക് കൂടിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഓവറായിട്ട് തടി കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് നിർത്തും, ഇടയ്ക്ക് കഴിക്കും, ഇടയ്ക്ക് നിർത്തും, ഇടയ്ക്ക് കഴിക്കും. ഇപ്പൊ ഞാൻ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാരണം കല്യാണമൊക്കെ ആവാനായല്ലോ, സാരി എടുക്കണമെങ്കിൽ ഇച്ചിരി തടിയൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഞാനിപ്പോ വീണ്ടും കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഞാൻ കുറച്ച് തടി കുറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കുറച്ചൊന്ന് തടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കുന്നുണ്ട്. ഇപ്പൊ ശതാവരി ഗുളത്തിനെ പറ്റിയിട്ട് ഒരുവിധം പറയാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് ഇടാവുന്നതാണ്. ഞാൻ എന്തായാലും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കണ്ടന്റ് ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗായ്സ്.